ദൈവത്തിൻ്റെതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോഴിക്കോടുള്ളതായ തിരുവാമ്പാടി എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്കായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെതായ പരിപാലനവും അനുഭവിച്ചറിഞ്ഞത് നിമിത്തം അതിൻ്റെ വഴികളും അതിൻ്റെ മുഖാന്തരങ്ങളും നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം വായിക്കുന്നത് പോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നതായ അത്ഭുതങ്ങളും അവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വഴികളും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും എൻ്റെ ജീവിതത്തിൽ ദൈവം മനസ്സിലാക്കുവാൻ തന്നതായ എൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്നതായ നിങ്ങളുടെ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറയുവാനിടയായിത്തീരണം. ജീവിതത്തിൻ്റെ ഏതവസരങ്ങളിലും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ഭാഗ്യമുള്ളവനായി തീരുവാനിടയായിത്തീരും. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ളതായൊരു ഭവനത്തിലാണ് ജനിക്കുവാനിടയായി തീർന്നത്. അതുപോലെ തന്നെ എൻ്റെ പിതാവിന് 9 സഹോദരങ്ങളുണ്ട്. അതിനിമിത്തം ആൾബലവും വളരെ കൂടിയതായൊരു ഭവനത്തിലാണ് ജനിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സമാധാനമോ ദൈവിക സന്തോഷമോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാതിരുന്നതായൊരു കാലയളവായിരുന്നു ആ കാലങ്ങളിൽ. എൻ്റെ വല്യപ്പച്ചനും പിതാവും സഹോദരങ്ങളും ഒന്നിച്ച് ഒരു കുടുംബമായി ജീവിച്ചിരുന്ന കാലം, സ്വയമായി മദ്യം വാറ്റിയും അതുപോലെ തന്നെ വാറ്റി കുടിച്ച് അവർ വല്യമ്മച്ചിയും സഹോദരങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു വരുന്നതായ ഒരു കുടുംബത്തിലാണ് ജനിക്കുവാനിടയായി തീർന്നത്. വളരെ മദ്യപിച്ച ശേഷം വളരെ ക്രൂരമായ അനേക പീഡനങ്ങൾ താൻ ചെയ്യുമായിരുന്നു. അത് തൻ്റെ പിതാവിനെതിരെയും എൻ്റെ മാതാവിനെതിരെയും ഒക്കെ പല രീതിയിലുള്ളതായ പീഡനങ്ങൾ അഴിച്ചുവിടുവാനിടയായി തീർന്നു. പകൽ വളരെ സ്നേഹത്തോടെ പെരുമാറും. രാത്രി മദ്യപിച്ച ശേഷം വളരെ ക്രൂരമായ രീതിയിൽ ഇടപെടുന്നതായൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മാതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മദ്യപിച്ചു വന്നാൽ അടിക്കുകയും തലമുടി പിടിച്ച് വലിച്ചുകൊണ്ട് ഭവനത്തിന് ചുറ്റും നടക്കുകയൊക്കെ ചെയ്യുന്നതായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങൾ ചെയ്യുന്നത്, പിതാവ് വരുന്ന ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി വെളിയിൽ പോയി റബ്ബറും ചുവട്ടിലൊക്കെ അഭയം പ്രാപിച്ചതായ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുണ്ടായിരുന്നു. പണമുണ്ടായിട്ടും ജീവിതത്തിൽ സമാധാനമില്ലാതെ അന്നത്തെ അനുഭവങ്ങൾ വെച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. എല്ലാ രൂപങ്ങളുടെയും മുമ്പിൽ പോയി മുട്ടുമടക്കുവാനിടയായിത്തീരും. എന്നാൽ ആശ്വാസമോ വിടുതലോ കാണാതെ വണ്ണം വളരെ ഞങ്ങൾ ഭാരപ്പെടുവാനിടയായി തീർന്നു. ജീവിതം ഇങ്ങനെ വളരെ ക്ലേശത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 6 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് ഒരു കൊലക്കേസിൽ പ്രതിയാകുവാനിടയായി തീർന്നു. വീടിൻ്റെ അടുത്തുള്ളതായ ഒരു വ്യക്തിയുമായിട്ട് ഉള്ളതായ വഴക്കിനെ തുടർന്ന് അതൊരു കൊലപാതകത്തിൽ കലാശിക്കുവാനിടയായി തീർന്നു. പിതാവ് ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിലെ ചിലവും കള്ളന്മാർ കൊണ്ടുപോയതുമായ കണക്ക് വെച്ച് നോക്കുമ്പോൾ സത്ത് മുഴുവനും കേസ് കളിച്ചും ഈ രീതിയിൽ നശിക്കുവാനിടയായി തീർന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ജീവിതം വന്നതായ സമയത്ത് ഞങ്ങളേറെ ഭാരപ്പെടുവാനിടയായി തീർന്നു. ഉള്ളതുകൊണ്ട് ശകലം സ്ഥലം മേടിച്ച് ഒരു ചെറിയ വീടും പണിതിട്ട് പിതാവ് ഞങ്ങളെ ആ ഭവനത്തിലാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം കേസ് നടത്തി താൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരിമാരുടെ അടുക്കൽ എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളുടെ അടുക്കലൊക്കെ ഞങ്ങൾ പല ആവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുവാനിടയായി തീർന്നു. എന്നാൽ അവരെല്ലാവരും ഞങ്ങളെ കൈവെടിഞ്ഞതായ അവസ്ഥ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ എല്ലാവരും കൈവിടുമ്പോഴും കൈവിടാത്തതായ ഒരു ദൈവം ഉണ്ടെന്നുള്ളത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനിടയായി തീർന്നു. തുടർന്ന് ഞങ്ങൾ വളരെ കഷ്ടതയോടും പ്രയാസത്തിലും കൂടി മുന്നോട്ട് പോകുന്നതായ അവസരങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. എനിക്കൊരു മാതാവ്, മൂത്ത സഹോദരന് സഹോദരി, ഇങ്ങനെ 4 പേർ ഞങ്ങൾ ഭവനത്തിൽ
ജീവിച്ചു വളരെ ഞെരുക്കത്തോടെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. എൻ്റെ സഹോദരൻ ഏകദേശം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് തൻ്റെ സഹപാഠിയുമായി താനൊരു വഴക്കുണ്ടാക്കിയ നിമിത്തം തൻ്റെ അധ്യാപക തന്നോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: അല്ലെങ്കിലും കൊലപാതകളുടെ മക്കളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ എന്ന് തന്നോട് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരമായി തീരുവാനിടയായി തീർന്നു. കാരണം തൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ചത് തനിക്ക് വളരെ വേദനാജനകമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് ഭവനത്തിൽ വന്ന ശേഷം മാതാവിനോട് ഒത്തിരി വഴക്കിടുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ മാതാവ് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സ്കൂളിലോട്ട് അയക്കുവാനിടയായി തീർന്നു. എന്നാൽ സ്കൂളിലോട്ട് പോയ താന് എതിരെ പോയി എന്ന് ഞങ്ങൾക്ക് പിന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ സഹായിക്കുവാൻ ആ കാലങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ നിരാശകളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിന് മുമ്പിൽ ഒത്തിരി കടന്നു വരുവാനിടയായി തീർന്നു. പലപ്പോഴും എൻ്റെ മാതാവ് കുടുംബമായി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതായ അവസരങ്ങൾ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ അന്ന് അതെന്തുകൊണ്ട് തടസ്സപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയുവാനിടയായിത്തീരും: ദൈവം ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലെ സകല ദുർഘടങ്ങളെയും മാറ്റി ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇങ്ങനെ വളരെ വേദനയും പലരുടെയും നിന്ദയും പലരുടെയും പഴികളും ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോഴും അതെല്ലാം സഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ദൈവം ആ നാളുകളിൽ കൃപ നൽകിക്കൊണ്ടിരുന്നു. പലപ്പോഴും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലങ്ങൾ നിലനിന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്നെനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും: ദൈവസ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ദൈവം പരിപാലിക്കുവാനിടയായി തീർന്നത്. ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതായ സമയത്ത് എൻ്റെ മാതാവ് വളരെ രോഗിയായി തീരുവാനിടയായി നിർത്തിയാൽ ഒരു വീഴ്ച സംഭവിച്ച് താൻ ചില മാസങ്ങളോളം ബെഡിൽ കിടക്കേണ്ടതായ അവസ്ഥ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ സമയമാണ്. 6ാം ക്ലാസ് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസവും അവസാനിക്കുവാനിടയായി തീർന്നു. ലോകപ്രകാരം എൻ്റെ പിതാവ് കരുതിയതുകൊണ്ട്, എൻ്റെ മാതാവ് കരുതിയതുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ കരുതിയതുകൊണ്ട് 6ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം അവസാനിക്കുവാനിടയായി തീർന്നു. ഓരോ രീതിയിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിയതായ അവസരങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. ഈ കാലങ്ങളിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് പശുവിനെ വളർത്തിയായിരുന്നു. എന്നാൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്നതായ സമയത്ത് എൻ്റെ മാതാവും ആക്സിഡൻറ്റിൽപ്പെട്ട് ചില നാളുകൾ ബെഡിൽ കിടക്കേണ്ടത് വന്നതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസവും അവിടെ കൊണ്ട് മുടങ്ങുവാനിടയായി തീർന്നു. എന്നാൽ ഈ കാലങ്ങളിലൊന്നും ഞങ്ങളുടെ ഭക്തി തള്ളിക്കളയുവാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. എന്നും രാവിലെ എഴുന്നേൽക്കും, പള്ളിയിൽ പോയി കുർബാന കൂടും, പാല് കൊടുക്കും, തിരിച്ച് വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഇത് ജീവിതത്തിലൊരു നിത്യ സംഭവമായി തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മാതാവ് പല നേർച്ചകളും നേരുവാനിടയായി തീർന്നു. പല പുണ്യസ്ഥലങ്ങളിലും ഞങ്ങൾ സന്ദർശിക്കുവാനിടയായി തീർന്നു. വേളാങ്കണ്ണി, മാഹി, അരീത്തറ തുടങ്ങിയതായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അനേക നേർച്ചകളും കാഴ്ചകളും ചെയ്തെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇതെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും മറുപടി പ്രാപിക്കുവാൻ ഒരിടത്തും കഴിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടി, കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടി അനേക അച്ഛന്മാരുടെ അടുക്കൽ ചെന്ന് അനേക കാര്യങ്ങൾ അവരോട് പറയുകയും അവർ നിങ്ങൾ കുരിശുണ്ടാക്കിക്കൊണ്ടുവാ, ഞങ്ങൾ പൂജിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അനേക കാര്യങ്ങൾ ചെയ്ത് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും 4 കോണിൽ കുഴിച്ചിടുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും പരിഹാരം ലഭിക്കുവാനിടയായി തീർന്നില്ല. ഇങ്ങനെ പഠിത്തം മുടങ്ങി ജീവിതം വളരെ വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നതായ സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചതായ അവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചു എന്ന്. എന്നാൽ ഇന്നെനിക്ക് പറയുവാൻ കഴിയും, ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നത്. ഇങ്ങനെ ഞാൻ രാവിലെ പാല് കൊടുത്ത് പള്ളിയിൽ കഴിഞ്ഞ് അവിടുന്ന് തന്നെ പുല്ലും പറിച്ചുകൊണ്ട് വീട്ടിലോട്ട് കടന്നു വരുന്നതായ സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്നതായ കുട്ടികൾ സ്കൂളിലോട്ട് കടന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ വളരെയേറെ വേദനപ്പെട്ടിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒന്നും മധ്യത്തിൽ പലപ്പോഴും സഹായിക്കുവാനോ കരുതുവാനോ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനോ ആരും ഇല്ലാത്തതായ അവസ്ഥ. പിതാവിൻ്റെ സഹോദരന്മാരോട് ചോദിച്ചാൽ അവർ പറയുവാനിടയായിത്തീരും, നിങ്ങൾ നിമിത്തമാണ് ഞങ്ങൾ പോലും നാണം കെട്ടവരായി തീർന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഇങ്ങനെ എല്ലാവരിലും ഒറ്റപ്പെടുത്തിയതായ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം
അപ്പോഴും ഞങ്ങളെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഞങ്ങൾ 6ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ മുടങ്ങി ഞങ്ങൾ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് കോഴിക്കോട് നിന്നുള്ളതായ കോട്ടയത്ത് ആശ്വാസഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അവിടെ വിട്ട് അവനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എൻ്റെ മാതാവിന് ഒരു എഴുത്തെഴുതുവാനിടയായി തീർന്നു. എന്നാൽ അങ്ങനെ എൻ്റെ മാതാവിൻ്റെയും എൻ്റെയും നിർബന്ധപ്രകാരം പിന്നീട് ആ സ്ഥാപനത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ കടന്നു വന്ന ശേഷം 6ാം ക്ലാസ് കൊണ്ട് മുടങ്ങിയതായി എൻ്റെ വിദ്യാഭ്യാസം അവിടെ തുടർന്ന് ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ സഹോദരി എന്നോടുകൂടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. മാതാവും കടന്നു വന്നു. കോട്ടയത്തുള്ളതായ പല വീടുകളിലും മാറി മാറി താൻ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ഞങ്ങൾ ആ കാലങ്ങളിൽ ദൈവത്തെക്കുറിച്ച് അല്പാൽപമായി മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഏകദേശം 1992 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ജലത്തിൽ അവൻ്റെ കൽപ്പന അനുസരിക്കുവാനും സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകുവാൻ ഇടയായി തീർന്നു. അന്നു മുതൽ ഞാൻ ദൈവത്തോട് അനേക കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞതായ അനേക വിഷയങ്ങൾക്ക് എനിക്ക് ഈ ദൈവം മറുപടി നൽകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, പണ്ട് പോയി മുട്ടുകുത്തിയതും പണ്ട് പോയി അനേക ഇടങ്ങളിൽ അപേക്ഷ നടത്തിയതും നേർച്ചകൾ നടത്തിയതും ജീവിതത്തിലെ പൊള്ളത്തരമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മുൻപോട്ടുള്ളതായ ജീവിതപാതയിൽ ഈ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന സകല കാര്യങ്ങൾക്കും അവൻ ഉത്തരം തരുന്ന ദൈവമെന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലാത്ത കാലങ്ങളിൽ നിന്ന് ദൈവം എന്നെ മെല്ലെ ഉദ്ധരിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിച്ചതായ അനേക വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ മാതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ 50 രൂപയ്ക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ അനിയൻ്റെ ഭവനത്തിൽ ചെന്ന് കൈനീട്ടിയതായ അവസരങ്ങളുണ്ട്. എന്നാൽ അവരെല്ലാവരും മറന്നുപോയപ്പോഴും സ്വർഗം ഞങ്ങളെ മറന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാനിടയായി തീർന്നത്. ഇങ്ങനെ ഞാൻ വന്നു, ആശ്വാസവനി വന്നു. എനിക്ക് നഷ്ടപ്പെട്ടതായ പിതാവിൻ്റെ സ്നേഹം ദൈവം എനിക്കവിടെ നൽകുവാനിടയായി തീർന്നു. മാതാവിൻ്റെ സ്നേഹം നൽകുവാനിടയായി തീർന്നു. അനേക സഹോദരങ്ങളെ ദൈവം എനിക്കവിടെ നൽകുവാനിടയായി തീർന്നു. അവിടുത്തെ പ്രിയ മാതാവും പിതാവും മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോട് കൂടെ ജീവിക്കുകയും ദൈവിക കാര്യങ്ങൾ പറഞ്ഞു തരികയും ദൈവിക വഴികളിൽ ഞങ്ങളെ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്ഥാപനത്തിൽ കടന്നു വന്ന നിമിത്തം ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. വിശ്വാസ ജീവിതം എന്തെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ഞങ്ങൾ കടന്നു വന്നത് ഒരു സമ്പന്നമായ സ്ഥാപനത്തിലല്ലായിരുന്നു. നിത്യവൃത്തിക്ക് വേണ്ടി ഭാരപ്പെടുന്നതായ ഒരു സ്ഥാപനത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവിക ശബ്ദം കേട്ട് ജയിലിൽ കിടക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറങ്ങപ്പെട്ടതായ ആശ്വാസഭവൻ എന്ന സ്ഥാപനത്തിലാണ് കടന്നു വരുവാനിടയായി തീർന്നത്. എന്നാൽ അന്നു മുതൽ ദൈവത്തിൻ്റെ അനേക വഴികളും ദൈവത്തിൻ്റെ അനേക വിടുതലും അവിടെയും അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. പലപ്പോഴും ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയതായ അവസരങ്ങളുണ്ട്. പലപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ആശ്വാസമല്ലേ ഞങ്ങളുടെ പപ്പായും മമ്മി ഇപ്രകാരം പറയുവാനിടയായിത്തീരും. ഞങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ജീവനുള്ള ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്, ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ഈ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറ, ദൈവം നടത്തുവാനിടയായി തീരുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ജീവിതത്തിൽ വേണ്ടതായ ചെറിയ ആവശ്യങ്ങൾ പോലും ദൈവത്തോട് പറയുകയും ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തതായ അവസരങ്ങൾ ദൈവം അങ്ങനെ മുമ്പിൽ ഒരുക്കുവാനിടയായി തീർന്നു. അതിന്നു മുതലേയും ദൈവം ഒരു കൈമുതലായി നൽകിക്കൊണ്ടിരിക്കുന്നു. വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം അരുളുന്നൊരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത് എന്നുള്ളത് ഉറച്ച് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തരുന്നതായ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. പണ്ട് അനേക വിഗ്രഹങ്ങളുടെ മുമ്പിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പോയി മുട്ടുമടക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. എന്നാൽ ഞാൻ സേവിക്കുന്ന ജീവനുള്ള ദൈവമാകിയാൽ എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് മറുപടി ലഭിക്കണമെന്നുള്ളതായ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഇങ്ങനെ ഞാൻ പ്രീഡിയിലേക്ക് പഠിക്കുന്നതായ സമയത്ത് എൻ്റെ ആശ്വാസമുള്ള എൻ്റെ പിതാവിനോടൊപ്പം കോഴിക്കോടുള്ളതായ ജില്ലാ ജയിലിൽ സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സാക്ഷ്യം പറഞ്ഞ്
ദൈവവചനം ഷെയർ ചെയ്യുന്നതായ സമയത്ത് അവരിൽ നിന്ന് ഒരു യൗവനക്കാരൻ എഴുന്നേറ്റ് വന്ന് അവിടെ വെച്ച് എൻ്റെ സഹോദരനെ എനിക്ക് തിരിച്ചറിയുവാനും തിരികെ ലഭിക്കുവാനും ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കാതെ ലോകപ്രകാരം ജീവിക്കുകയായിരുന്നെങ്കിൽ ഞാനും അതിനേക്കാൾ മോശമായ ജീവിതശൈലിയിലേക്ക് മാറ്റപ്പെടുമായിരുന്നു. എന്നാൽ ദൈവസ്നേഹം എൻ്റെ മേലുള്ളതുകൊണ്ട്, ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഇന്ന് അവരുടെ മുമ്പിൽ ജീവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ളതായ എല്ലാ ജയിലുകളും കടന്നു പോവുകയും ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുവാൻ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് ദൈവം ഇന്ന് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേക ജീവിതങ്ങളുടെ രൂപാന്തരങ്ങളെ കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ ആശ്വാസഭവനിൽ വന്നാൽ ജയിലിൽ കിടക്കുന്നതായ ചില വ്യക്തികൾ മാസങ്ങളോളം വന്ന് പരോളിൽ ഇറങ്ങി വന്ന് താമസിക്കുകയും ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിക്കുകയും ഈ ദൈവത്തെ അംഗീകരിക്കുകയും അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവരോട് ഒന്നിച്ചായിരിക്കുമ്പോൾ ഇത്ര സ്നേഹിക്കുന്ന ഒരു ദൈവവും, ഇത്രമാത്രം കരുതുന്ന ഒരു ദൈവവും, ഇത്രമാത്രം പരിപാലിക്കുന്ന ഒരു ദൈവവും ഉണ്ടെന്നുള്ളത് ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്ന ആ സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഒരു വലിയ ആഗ്രഹം കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നെ വിടുവിച്ച ദൈവത്തെ, എന്നെ ഈ നിലയിലാക്കിയ ദൈവത്തിൻ്റെ സാക്ഷി ദൈവം എന്നെ ആക്കി വെക്കുന്നിടത്തെല്ലാം അറിയിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും എൻ്റെ വല്യപ്പച്ചൻ്റെ സ്ഥാനത്ത് ഞാൻ കരുതുകയും ചെയ്യുന്നതായ പാസ്റ്റർ PM ഫിലിപ്പ് അവറുകൾ കടന്നു വരികയും താൻ ഇപ്രകാരം പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് പഠിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കടന്നു ചെല്ലുകയും തിരുവചനം പഠിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം നൽകുവാനിടയായി തീർന്നു. അനേക സന്ദർഭങ്ങളിൽ താൻ എന്നെ അടുക്കൽ വിളിക്കുകയും അവിടെ ഇരുത്തി പ്രിയ അപ്പച്ചനും അമ്മച്ചിയും തോളയിൽ കൈയിട്ട് കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ലോകപ്രകാരം എന്നെ ജനിപ്പിച്ച പിതാവും മാതാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവകൃപയെ വളർത്തുവാനും അങ്ങനെയും ദൈവം എനിക്ക് ആൾക്കാരെ ഒരുക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ആശ്വാസഭവനിൽ എനിക്ക് ഇളയതായ അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരോട് ഒന്നിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിൻ്റെ അതിശയങ്ങൾ കേട്ട് മുന്നോട്ട് പോകുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളിൽ ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ബലപ്പെടുത്തുകയും ധൈര്യത്തോടെ ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നതായ ഒരു പിതാവിനെയും മാതാവിനെയും ദൈവം അവിടെ നൽകുവാനിടയായി തീർന്നു. തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു, ലോകപ്രകാരം നിനക്ക് നഷ്ടമായത് മുഴുവനും അനുഗ്രഹമാക്കി മടക്കി തരുവാൻ ദൈവം ശക്തൻ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലും ഇപ്രകാരം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിരാശയോടെയോ ജീവിതത്തിൽ ഞെരുക്കത്തോടെയോ ജീവിതത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. നഷ്ടങ്ങളെ മുഴുവനും നമുക്ക് ലാഭമാക്കി ഇരട്ടിയായി മടക്കി തരുന്നതായ ഒരു ദൈവത്തെ നാം സേവിക്കുന്നതെന്ന് മറന്നു പോകരുത്. നാം ഈ ലോകത്തിലുള്ളത് നോക്കിയാൽ നാം പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. ഉയരത്തിലെ ദൈവത്തെ നോക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വലിയതായി നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അനേക ദൈവിക വാഗ്ദത്തങ്ങൾ ഈ കാലയളവിൽ എൻ്റെ ജീവിതത്തിൽ കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവമേ, കേട്ട വാഗ്ദത്തങ്ങളുടെ നിവർത്തി എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്യുവാനിടയായി തീരണം. പ്രകാരം ദൈവത്തോട് പറഞ്ഞു, ഈ ജീവിതം നീ എനിക്ക് തരുവാനിടയായി തീർന്നു. എത്രയും ശ്രേഷ്ഠമായി ദൈവം എന്നെ നിലനിർത്തുവാനിടയായി തീർന്നു. വരും ദിവസങ്ങളിൽ നിന്റെ സാക്ഷിയാകുവാൻ ഞാൻ തയ്യാർ. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹപ്രകാരം ബാംഗ്ലൂരിൽ കടന്നു ചെല്ലുവാനും ദൈവവചനം പഠിക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകുവാനിടയായി തീർന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഞങ്ങൾ അനേക കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് വൈകുന്നേരങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. അവരവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവരോരോരുത്തരും ചിന്തിക്കുവാനിടയായി തീർന്നു. അവർ പറയുകയും ഭാവി ഇങ്ങനെയായിത്തീരണം, അവരുടെ വിവാഹ ജീവിതം ഇങ്ങനെയായിത്തീരണം, തുടർന്നുള്ള ശുശ്രൂഷകൾ ഇപ്രകാരം എന്നെല്ലാം അവർ പറയുമ്പോൾ ഞാൻ ഇതെല്ലാം നിശബ്ദനായി കേൾക്കുമായിരുന്നു. കാരണം എന്തെന്നോ, പറയുവാനുള്ള യോഗ്യതയോ പറയാനുള്ള സാഹചര്യങ്ങളോ ജീവിതത്തിൻ്റെ മുമ്പിലില്ലായിരുന്നു. എന്നാൽ
ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. അതിനുശേഷം അന്ന് രാത്രികാലങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദൈവമേ, എനിക്ക് വേണ്ടി ദൈവം വഴി തുറക്കണം, എനിക്ക് വേണ്ടി ദൈവം വാതിലുകളെ ഒരുക്കണമെന്നുള്ളതായ പ്രാർത്ഥന ജീവിതത്തിൽ മുഴങ്ങുവാൻ ആരംഭിച്ചു. ഞാൻ ഇന്ന് ധൈര്യത്തോടെ പറയുവാനിടയായിത്തീരും. അന്ന് ഭാവിയെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുവാനിടയായിത്തീർന്നു. ഭാവി എങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ പറയുവാനിടയായിത്തീരും, എൻ്റെ ഭാവി ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടാളിയെയും ഒരു തലമുറയും ദൈവം എനിക്ക് നൽകുവാനിടയായിത്തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളൊരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവം അത്ഭുതവാനായി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറയാം, എൻ്റെ ദൈവം അത്ഭുതവാനായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരം മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. തുടർന്ന് ബാംഗ്ലൂരിൽ അവിടെ ഒരു സഭയുടെ ചാർജ് ലഭിക്കുവാനിടയായിത്തീർന്നു. അനേകർ എന്നെ വിളിക്കുവാനിടയായിത്തീർന്നു. തുടർന്നും അവിടെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പലരും ക്ഷണിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഞാൻ അവിടെ ആയിരിക്കുന്നതായ സമയത്ത് ഒരു വ്യക്തി, പല വ്യക്തികളിലൂടെ ദൈവം എന്നോട് ആലോചന അറിയിക്കുവാനിടയായിത്തീർന്നു. നീ മടങ്ങിപ്പോവുക, നിന്നെ വിളിച്ച സ്ഥാപനത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എന്നോട് അരുളപ്പാടുണ്ടാകുവാനിടയായിത്തീർന്നു. എന്നാൽ ഞാനതെല്ലാം മാറ്റിവെച്ച് ദൈവത്തോട് പറയുവാനിടയായിത്തീർന്നു, ദൈവമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരണം, നീ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരണം. എന്നാൽ ഇതൊക്കെ ശരിയാണ്, അവിടെ പോയി പ്രവർത്തിക്കണമെങ്കിൽ നീ എന്നോട് വ്യക്തമായി ഇടപെടുവാനിടയായിത്തീരണം. അങ്ങനെ 1994 2004 ദൈവം എന്നോട് വ്യക്തമായി ഇടപെടുവാനിടയായിത്തീർന്നു. നീ കടന്നു ചെന്ന് നിന്നെപ്പോലെ കഷ്ടം അനുഭവിക്കുന്നവരെയും നിന്നെപ്പോലെ വിടുതലില്ലാതെ ഭാരപ്പെടുന്നതുമായ ആൾക്കാരുടെ മധ്യത്തെ പ്രവർത്തിക്കുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളതായ ദൈവശബ്ദം കേൾക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ധൈര്യത്തോടെ അവിടെ കടന്നു വരുന്നു. അന്നു മുതൽ ഇന്നുവരെയും ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം ലഭിക്കുന്നിടത്തെല്ലാം സംസാരിക്കുകയും ദൈവം എന്നെ വിടുവിച്ച വഴികളെക്കുറിച്ച് അനേകരുടെ മധ്യേ സാക്ഷിയായി നിൽക്കുവാനും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ആ സമയത്ത് 2005 എൻ്റെ വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. അനേക വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകുവാനിടയായിത്തീർന്നു. ലോകപ്രകാരം ഇന്നും എൻ്റെ അക്കൗണ്ടും എൻ്റെ പോക്കറ്റും കാര്യമായിട്ടൊന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. കിട്ടിയത് മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ, അനേക കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി വളർത്തിയെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും വിശ്വാസത്തോടു കൂടി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യം വിദേശ രാജ്യം യാത്ര ചെയ്തത് ദോഹയുടെ പ്രദേശത്ത് കടന്നു പോകുവാനും അവിടെ ചില നാളുകളിൽ ദൈവവചനത്തോടും എൻ്റെ സാക്ഷ്യം അനേകരുടെ ഇടയിൽ ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകുവാനിടയായിത്തീർന്നു. അവിടുന്ന് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ വേണ്ടി അവിടുന്ന് ലഭിച്ചതൊന്നും ഉപയോഗിക്കാതെ നാട്ടിലുള്ളതായ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനിടയായിത്തീർന്നു. തുടർന്ന് UAE, കുവൈറ്റ് തുടങ്ങിയതായ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നതായ അവസരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിലും കടന്നു വരുവാനും അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയാം, ലോകത്തിൽ ഉണ്ടാക്കുന്നത് മുഴുവനും നഷ്ടമാകുന്നതാ, എന്നാൽ നിലനിൽക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ദൈവത്തിനു വേണ്ടി നാം ചെയ്യുന്നത് മാത്രം സ്വർഗത്തിൽ നിലനിൽക്കുവാനിടയായിത്തീരും. ലോകത്തിൽ സമ്പാദിക്കുന്ന സമ്പത്തോ ധനമോ അതെല്ലാം നശിച്ചു പോകുന്നതാ. എന്നാൽ നിലനിൽക്കുന്ന രാജ്യത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇടയാക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് എൻ്റെ പിതാവ് ഒരിക്കൽ പറയുവാനിടയായിത്തീർന്നു, നീ മടങ്ങി വന്നാൽ എൻ്റെ സ്വത്ത് നിനക്ക് അവകാശം തരും, ഇല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നിനക്ക് തരത്തില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. ഞാൻ സന്തോഷിക്കുവാനിടയായിത്തീർന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ പിതാവ് ഇത് പറയുന്നതിന് മുമ്പേ സ്വർഗം എന്നോട് അരുളി ചെയ്യുവാനിടയായിത്തീർന്നു, നിനക്ക് ഞാൻ ആരും വെട്ടാത്ത കിണറ്റിൽ നിന്ന്, ആരും കോരാത്ത കിണറ്റിൽ നിന്ന് ഞാൻ നിനക്ക് ആവശ്യമുള്ളത് തരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തം
എന്നോട് നൽകുവാനിടയായിത്തീർന്നു. ഇതുവരെയും ഭൂമിയിൽ ഒന്നും ഉണ്ടാക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകിയിട്ടില്ല. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. കാരണം അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്നുള്ളതായ പൂർണ്ണ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആരും എനിക്ക് സഹായിക്കുവാനും ആരും എനിക്ക് വേണ്ടി കരുതുവാനും ഇല്ലാതിരുന്നതായ സമയത്ത് ദൈവം എനിക്ക് വേണ്ടി കരുതുവാൻ പല കരങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അതിൽ ആദ്യമായി എന്നെ സഹായിക്കുകയും എന്നെ വളർത്തുവാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എൻ്റെ സ്പോൺസറായി തീർന്നത് നിങ്ങളെല്ലാവരും അറിയാവുന്നതുപോലെ കർത്താവിൻ്റെ ദാസനായ ജേക്കബ് മാത്യു അവറുകളാണ്. എന്നാൽ താൻ എന്നെ വളരെ കാലങ്ങളിൽ സഹായിക്കുവാനിടയായി തീർന്നു. തുടർന്ന് അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്തതായ സമയത്ത് തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എനിക്ക് വേണ്ടി കരുതിയത് പാസ്റ്റർ കെ വി കുര്യൻ്റെ മകൻ സാമിനെ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ ആരും സഹായിക്കുവാനില്ലാത്തപ്പോഴും ദൈവം പല മുഖാന്തരങ്ങളെ ഒരുക്കുവാനിടയായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആരും നിനക്ക് സഹായമില്ലെങ്കിലും കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം നിന്റെ എല്ലാ ആവശ്യങ്ങളിലും നടത്തുവാൻ ശക്തനെന്ന് ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയുവാനിടയായിത്തീരും. ഇങ്ങനെ ആശ്വാസമില്ലായിരിക്കുന്ന സമയത്ത് അവിടെയും അനേക ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഭാരപ്പെട്ടതായ അവസരങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ആരംഭകാലം ഓർത്താൽ ഞാൻ പറയാറുണ്ട്, കൊട പിടിച്ചിരുന്ന് അരിയാട്ടിയതായ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. കാരണം മഴ പെയ്താൽ മൊത്തം നനയുന്നതായ ഒരു വാടക വീട്ടിലായിരുന്നു പ്രവർത്തനം ആരംഭിക്കുവാനിടയായി തീർന്നത്. എന്നാൽ മേൽക്കുമേൽ ദൈവം വളർത്തുവാൻ ആരംഭിച്ചു. ഇപ്പോൾ പാമ്പാടിയിൽ ആശ്വാസം എന്ന് പറഞ്ഞതായ ഒരു സ്ഥാപനം വളരെ ശക്തമായ രീതിയിൽ കെട്ടിപ്പടുത്തെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പാമ്പാടിയിൽ 60ഓളം കുഞ്ഞുങ്ങളും, തമിഴ്നാട്ടിൽ തേനിയുടെ പ്രദേശത്ത് 20ഓളം കുഞ്ഞുങ്ങൾ, അങ്ങനെ 80ഓളം കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി അവനെ ആരാധിക്കുവാൻ, അവൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനിയുടെ വിവിധ മാർഗത്തിൽ നിന്ന് വന്നതായ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് അവിടുത്തെ ഞങ്ങളുടെ പപ്പായോടും മമ്മിയോടും ഞങ്ങൾക്ക് ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവത്തെയും ജീവനുള്ള ദൈവത്തെയും ഉയർത്തി മുന്നോട്ട് പോകുവാൻ ദൈവം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായ സമയത്ത് പലപ്പോഴും ദാരിദ്ര്യം വന്നിട്ടുണ്ട്, കടഭാരങ്ങൾ വന്നിട്ടുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയതായ അവസരങ്ങളുണ്ട് കടന്നു വരുവാനിടയായി തീർന്നു. 1-2 അനുഭവങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരോണ സമയത്ത് ഒന്നും ഇല്ലാതെ ഭാരപ്പെട്ടതായ അവസരം കടന്നു വരുവാനിടയായി തീർന്നു. ഒന്നുമില്ലാതെ ഭാരപ്പെട്ട് വളരെ വേദനയോടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പപ്പായും മമ്മിയും പറയുവാനിടയായി തീർന്നു, അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അവിടെ കടന്നുപോയി അവർ വല്ലതും സഹായിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഒന്നിച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കുവാം എന്ന് പറയുവാനിടയായി തീർന്നു. ഞങ്ങളെല്ലാവരും നോക്കുമ്പോൾ ആശ്വാസവൻ അന്നിരിക്കുന്നതായ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓണച്ചന്ത നടക്കുന്നത്. എല്ലാവരും വന്ന് സാധനം മേടിച്ച് പാക്കറ്റ് നിറച്ച് കൊണ്ടുപോകുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ വഴികളൊന്നുമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അന്നും ഓണത്തിൻ്റെ തലേ ദിവസവും അവർ പോയ വീട്ടിൽ നിന്നും ഒന്നും കിട്ടാതെ വെറും കൈയോടെ മടങ്ങി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഒന്നുമില്ല, ഒരു ഇഞ്ചിക്കറി വെക്കാൻ നമുക്ക് ഉള്ളതുകൊണ്ട് അത് കൂട്ടി നാളെ കഴിക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു ഫോൺ കോൾ ഞങ്ങളെ തേടി വരുവാനിടയായി തീർന്നു. ഓണച്ചന്ത അവിടുത്തെ മെമ്പർ ഞങ്ങളെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ഓണച്ചന്തയിൽ ഒത്തിരി ഫുഡും സാധനങ്ങൾ മിച്ചം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞ് ഫോൺ വരുവാനിടയായി തീർന്നു. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. കാരണം ഇത്രത്തോളം സ്നേഹിക്കുകയും ഇത്രത്തോളം കരുതുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുതൽ ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ അനുഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അവിടുത്തെ കാര്യം പറഞ്ഞാൽ 1 രൂപ ഞങ്ങൾക്ക് ലഭിച്ചാൽ അവിടുത്തെ പിള്ളേർ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ ഞങ്ങളുടെ പലചരക്ക് കടയിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് കടം വരുവാനിടയായി തീർന്നു. കടക്കാരൻ പലപ്പോഴും ഞങ്ങളെ വിളിച്ച് ചോദിക്കുവാനിടയായി തീർന്നു. സാധനം മേടിക്കാൻ പോകുന്ന ഞങ്ങളോട് ആദ്യം ചോദിക്കും. ഞങ്ങൾ അവസാനം അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് വീട്ടിൽ വന്ന് മമ്മിയോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, മമ്മി നാളെ സാധനം മേടിക്കാൻ പോകത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ
അദ്ദേഹം തെരുതെരെ ചോദിക്കുക, നാണക്കേട്, അതുകൊണ്ട് ഇനി ഞങ്ങൾ പോകത്തില്ലെന്ന് പറയുവാനിടയായി തീർന്നു. മമ്മി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം വഴി തുറക്കുന്നവനാണ്. നാളെ നിങ്ങൾ സാധനം മേടിക്കാൻ പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒന്നിച്ച് പട്ടിണി കിടക്കാം, ഇനി ദൈവം വഴി തുറന്നിട്ട് ആഹാരം കഴിക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. തലേദിവസം രാവിലത്തേനുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തു. ബാക്കി ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. രാവിലെ ഞങ്ങൾ കൊടുത്തത് എന്തെന്ന് നിങ്ങൾക്ക് അറിയണോ? ഞങ്ങൾ ചെടിയായിട്ട് ചീനിക്കിഴങ്ങിൻ്റെതായ ഒരു ചെടി വളർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ കിഴങ്ങ് പറിച്ച് പുഴുങ്ങി ഞങ്ങളെല്ലാവരും കഴിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദൈവമേ, ഉച്ചയ്ക്കത്തേക്കുള്ളത് നീ കരുതണം, വൈകിട്ടത്തേക്കുള്ളത് നീ കരുതണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഏകദേശം 1:30-1:45 ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നു. പാമ്പാടി നടന്ന ഒരു കല്യാണ സ്ഥലത്ത് നിന്ന് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇവിടെ ഒത്തിരി ഫുഡ് മിച്ചം വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണി കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടം പായസം കൂട്ടി വിഭവസമൃദ്ധമായ ഊണ് കഴിക്കുവാൻ ദൈവം അവസരം നൽകുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു നേരത്തേക്ക് ആഹാരത്തിന് പോലും വഴിയില്ലാത്തതായ സമയത്ത് ദൈവം ഇത്രത്തോളം ശ്രേഷ്ഠമായി നടത്തുന്ന ഒരു ദൈവത്തെ അനുഭവിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ ജീവിതത്തിൽ വന്നതായ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, ദൈവത്തിനു വേണ്ടി ശക്തമായി നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യം അനേക ഇടങ്ങളിൽ ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഞങ്ങൾക്കൊരു ആരാധന ദൈവം നൽകുവാനിടയായി തീർന്നു. അവിടെ ശക്തമായ രീതിയിൽ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. ജയിലിലുള്ളതായ ആൾക്കാരുടെ കുഞ്ഞുങ്ങളെ കോടതി മുഖേനയും ജയിൽ സൂപ്രണ്ട് മുഖേനയും എടുക്കുവാനും അവരെ വിശ്വാസത്തെ വളർത്തുവാനും വിശ്വാസത്തിൻ്റെ പാതയിൽ നിലനിർത്തുവാനും സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അനേക പ്രതികൂലങ്ങളും അനേക പ്രതിസന്ധികളും കടന്നു വരാനിടയായി തീർന്നിട്ടുണ്ട്. ഓരോ നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾ ഭാരപ്പെടുന്നതായ അവസരങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വിടുതൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വെളിപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കി തന്നുകൊണ്ടിരിക്കുന്നു. 7 കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ ദൈവം ആ പ്രസ്ഥാനം മൂലം ഇടയാക്കി തീർന്നു. ലോകത്തിൽ ഇവരെല്ലാവരെക്കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും ഇല്ലാത്തതായ അവസരങ്ങളിൽ നിന്ന് ദൈവം ഇത്രത്തോളം അവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇന്ന് അവരിൽ പലരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അവിടെ ഗിരീഷ് എന്ന് പറഞ്ഞതായ ഒരു പയ്യനുണ്ട്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ ജയിലിൽ പോയി, അപ്പൻ ഉപേക്ഷിച്ചു പോയി. അമ്മാവൻ അവനെ കോഴിക്കടയിൽ കോഴി വിൽക്കുന്നതിന് വേണ്ടി, കോഴിയെ കൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പുള്ളിക്കാരൻ്റെ കടയിൽ നിർത്തുവാനിടയായി തീർന്നു. അവിടെ വെച്ച് ഞങ്ങൾ അവനെയും എൻ്റെ സഹോദരങ്ങളെയും കൊണ്ടുവരുവാനും ദൈവവഴിയിൽ നിർത്തുവാനും ദൈവീ വചനം പഠിക്കുവാനും തുടർന്ന് പഠിപ്പിക്കുവാനും ദൈവം അവസരം തന്നു. അവരെല്ലാവരും അവനിന്ന് MBA പാസ്സായിട്ട് ICC ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അനേകരെ ദൈവത്തിനു വേണ്ടി നിലനിർത്തുവാനും സമൂഹത്തിൽ ഉന്നതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനും ദൈവം ജീവിതത്തിൽ അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ വ്യക്തമായൊരു കാര്യം പറയുവാൻ കഴിയും. ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും ലോകത്തിലൊന്നും സമ്പാദിച്ചില്ലെങ്കിലും നിലനിൽക്കുന്ന രാജ്യത്തിൽ, ആ നിത്യമായ രാജ്യത്തിൽ അനേകരെ കാഴ്ചവെക്കുവാൻ, അനേകരെ കൊണ്ടെത്തിക്കുവാൻ ദൈവം അടിയൻ്റെ കരത്തെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് എനിക്ക് സ്പോൺസർ ലെറ്റർ ലഭിക്കുവാനിടയായി തീർന്നു. പീസിനാക്കിൾ കോൺഫറൻസിൻ്റെതായ സ്പോൺസർ ലെറ്റർ ലഭിക്കുവാനിടയായി തീർന്നു. ലഭിച്ചു. അതിനുശേഷം അനേക കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. ഏജൻസി കൊണ്ടുചെന്നപ്പോൾ ഏജൻസിക്കാരൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഈ ഏജൻസി ഈ പ്രാവശ്യം ഒത്തിരി പേര് പോയി, ആർക്കും ലഭിച്ചില്ല, അതുകൊണ്ട് ഇത് കൊടുക്കണോ, വെറുതെ കാശ് കളയണമെന്ന് ചോദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആശ്വാസവല്ലയുടെ പപ്പ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. താൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ എംബസിയിൽ കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ കടന്നു ചെന്നിട്ടും ഞങ്ങളെ അറിയാവുന്ന സകല ആൾക്കാരും വ്യക്തികളും ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ലഭിക്കുവാൻ ഒരു ചാൻസുമില്ല. ഒന്ന്, പ്രായം
യൗവന പ്രായമായതുകൊണ്ട് ലഭിക്കാൻ ചാൻസ് ഇല്ല. പല കാര്യങ്ങൾ പലരും പല രീതിയിൽ പറയുവാനിടയായി തീർന്നു. വേറൊരു വ്യക്തിയോട് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: ഏകദേശം 6 മാസത്തെയെങ്കിലും ബാങ്ക് ബാലൻസിൻ്റെ പേപ്പറും അതുപോലെ തന്നെ നീ തിരിച്ചു വരുമെന്നുള്ളതിൻ്റെ തെളിയിക്കുന്നതായ കാര്യങ്ങളും എല്ലാം വേണം. ഞാൻ ചോദിച്ചു, എന്തുവാ അങ്ങനെ വേണ്ടത്? എന്നോട് ഇപ്രകാരം പറയുവാനിടയായിരുന്ന സ്ഥലം, നിൻ്റെ പേരുള്ളതായ സ്ഥലം, കാര്യങ്ങൾ, ഇതെല്ലാം നിനക്കിവിടെ നല്ല ആസ്തി ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ വേണമെന്ന് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായത് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്വാസവനി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നും അവിടുത്തെ ഒരംഗമാണെന്നും ഉള്ളതായ കാര്യം മാത്രമേ എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഡോക്യുമെൻ്റ് ആയിട്ടുള്ളൂ. ഞാൻ ഇപ്രകാരം ദൈവത്തോട് പറയുവാനിടയായി തീർന്നു: നിൻ്റെ നാമം നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ഇറങ്ങിയ വ്യക്തിയാണ്. എന്നാൽ അതുകൊണ്ട് ഈ ഒരു വിഷയം കൊണ്ട് എൻ്റെ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ലഭിക്കാൻ ഇടയായിത്തീരരുത്. കണ്ടവരും കേട്ടവരും സംസാരിച്ചവരും എല്ലാം പറഞ്ഞു നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിൽ കടന്ന് വിശ്വസിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നോട് വ്യക്തമായി ഇടപെടുവാനിടയായി തീർന്നു. ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആശ്വാസമല്ല മമ്മി എന്നെ വിളിച്ച് ഇപ്രകാരം ബലപ്പെടുത്തുവാനിടയായി: എടാ, കിട്ടിയില്ലെങ്കിലും ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ വരും, കാര്യങ്ങൾ ദൈവം തരും എന്നെന്നോട് പറയുവാനിടയായി തീർന്നു. കാരണം ഞാൻ മാനസികമായി യാതൊരു രീതിയിലും വിഷമിക്കരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാവ് ഇപ്രകാരം പല കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ബലപ്പെടുത്തുവാനിടയായി തീർന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുവാൻ എടുത്തപ്പോൾ ദൈവവചനം എന്നോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. ദൈവവചനത്തെ അന്ന് ഞാൻ വായിച്ചതായ ഭാഗം ഇതാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, പലപ്പോഴും ജീവിതത്തിൽ പലതും പ്രാപിക്കാതിരിക്കുന്നതിന് തടസ്സമായി അവിശ്വാസം കടന്നു വരാറുണ്ട്. എന്നാൽ അന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. ഞാൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഞാൻ വിശ്വാസത്തോടെ ഇപ്രകാരം പ്രഖ്യാപിക്കുവാനിടയായി തീർന്നു: ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമാണ് കടന്നു വന്നതെങ്കിൽ ഞാൻ വിസായുമായി കടന്നു പോവുകയുള്ളൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. എംബസി കടന്നു ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതായ വ്യക്തികളെയൊക്കെ എനിക്ക് അവിടെ കാണുവാനിടയായി തീർന്നു. അവരെല്ലാവരും വന്ന് നിരാശയോടെ മടങ്ങിപ്പോയപ്പോൾ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഇൻ്റർവ്യൂവിന് ആ വ്യക്തി ഇപ്രകാരം ചോദിച്ചു: നീ എന്തിനാ കടന്നു ചെല്ലുന്നത് എന്നെന്നോട് ചോദിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം തുടർന്ന് ചോദിച്ചു, നീ എന്തെടുക്കുക? ഞാൻ ഇന്നടത്ത് വർക്ക് ചെയ്യുക എന്നെന്നോട് പറയുവാനിടയായി തീർന്നു. നിങ്ങൾ അവിടെ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു, ഇത്ര പേരേ ഉള്ളൂ. എന്നിട്ട് എന്നോട് പറയുവാനിടയായിരുന്നു ഏതായാലും പോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് മടങ്ങി വരുവാൻ പറയുവാനിടയായി തീർന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ പറയാം, ധൈര്യത്തോടെ പറയാം, നമ്മുടെ ആരുടെയും അവസ്ഥ നോക്കിയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നത്. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ആരംഭിച്ചാൽ, ഈ ദൈവം നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവമെന്ന് ഞാൻ ധൈര്യത്തോടെ പറയുവാനിടയായിത്തീരും. ജീവിതത്തിൽ അനേക ആവശ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മുമ്പിൽ ദൈവം എന്നെ ജീവോത്സവമായി നടത്തുവാനിടയായി തീർന്നു. പലപ്പോഴും എൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ ഇങ്ങനെ നിന്നാൽ നിൻ്റെ ജീവിതം എന്തായിത്തീരും? നിനക്ക് ഇതിൽ നിന്ന് വല്ലതുമൊക്കെ സമ്പാദിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ പേര് കിട്ടുന്നതായ ഗിഫ്റ്റ് പോലും നീ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും എന്നെല്ലാം ചോദിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് പറയുവാനിടയായി തീർന്നു: ഇത്രത്തോളം ദൈവം നടത്തുവാൻ ശക്തനാണെങ്കിൽ, ഇത്രത്തോളം ദൈവം എന്നെ നിലനിർത്തുവാൻ ശക്തനാണെങ്കിൽ, ദൈവം മുൻപോട്ടുള്ളതായ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് എൻ്റെ ജീവിതത്തിൽ പറയുവാനിടയായി തീർന്നു. ഞാൻ ധൈര്യത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ലോകത്തിൽ പലരും പലതും നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്ന് പകൽക്കാലം ഒരു കാര്യം മറന്നു പോകരുത്: ദൈവം തരുന്നതായ അവസരവും ദൈവം തരുന്നതായ സാഹചര്യവും ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുവാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ആരംഭിച്ചാൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്, ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയാം, നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങളും നാളെയെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളും വിട്ടുകളഞ്ഞിട്ട് എനിക്ക് വേണ്ടി കരുതുകയും എന്നെ ജയോത്സവമായി നടത്തുകയും ചെയ്യുന്നതായ ഒരു ദൈവം ഉണ്ടെന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുവാനിടയായി തീരണം. എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിലും ദൈവം അപ്രകാരം നടത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതും, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവമെന്നും, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൈവിടാത്ത ദൈവമെന്നും അനുഭവിച്ചറിയുവാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങൾ കൊണ്ടും, എല്ലാ നടത്തിപ്പ് കൊണ്ടും, എല്ലാ കരുതൽ കൊണ്ടും ദൈവം ഉന്നതനായിട്ട് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല ആവശ്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നേരിട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ആവശ്യങ്ങളൊന്നും ലോകത്തിൽ ഒരു മനുഷ്യനോടും പറയാതെ ജീവനുള്ള ദൈവത്തോട് അന്ന് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇന്ന് വരെയും പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഈ ദൈവം ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു വിടുതലിനായി എൻ്റെ ജീവിതത്തിൽ നടന്നതായ ഒരു ചെറിയ സാക്ഷ്യം പറയാം. ഞാൻ ദോഹയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. ദൈവമേ, ഞാൻ അവിടെ കടന്നു ചെല്ലും, അവിടെ കടന്നു ചെന്നിട്ട് കിട്ടുന്നതായ പൈസയിൽ 1 രൂപ പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തില്ല. അതെല്ലാം നാട്ടിലുള്ളതായ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഇടയായി തീരുമെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ കിട്ടിയത് മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. എൻ്റെ കയ്യിൽ പണം കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു ഒരു മൊബൈൽ എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതിൻ്റെ വിധം ഇപ്രകാരം: അനേകം മൊബൈൽ മേടിക്കാൻ കയ്യിൽ പണമുണ്ടായിട്ടും കയ്യിൽ കാശിരുന്നിട്ടും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാ എന്ന് പറയുവാനിടയായി തീർന്നു. അഥവാ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തതായ കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് 1 രൂപ പോലും എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഉപയോഗിക്കത്തില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ആരെങ്കിലും എനിക്കൊരു മൊബൈൽ ഇവിടുന്ന് ഗിഫ്റ്റായി തരണമെന്ന് ഞാനിങ്ങനെ പറയുവാനിടയായി തീർന്നു. എന്നാൽ പറയട്ടെ, പോരുന്നതിൻ്റെ അന്ന് രാത്രി പോലും മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോഴും അതിനൊരു മറുപടി ഇല്ലാതിരിക്കുന്നതായ സമയം കാണുവാനിടയായി തീർന്നു. എൻ്റെ ഹൃദയം ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. നിന്റെ കരത്തിൽ കാശിരുന്നിട്ട് നിനക്കൊരെണ്ണം എടുത്ത് നല്ലത് മേടിച്ചുകൂടെ എന്ന് എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ അതിനെ അമർച്ച ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവമേ, നീ തന്നെങ്കിൽ മാത്രം എനിക്ക് മതിയെന്ന് ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. ഏകദേശം രാത്രി 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു പോരുവാൻ ഒരുങ്ങുന്നതായ സമയത്ത് അവിടുത്തെ ആ താമസിച്ചതായ വീട്ടിലെ ഞങ്ങളെല്ലാം രായിച്ച എന്ന് വിളിക്കുന്നതായ അങ്കിള് ഇപ്രകാരം എന്നോട് ചോദിക്കുവാനിടയായിരുന്നു, മൈക്കിളിൻ്റെ ഫോൺ ഏതാ നാട്ടിലേന്ന്. ഞാൻ പറഞ്ഞു, കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പോക്കറ്റിൽ കിടന്നതായ പുതിയ താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൻ്റെ സിം ഊരിയിട്ട് താൻ ആ ഫോൺ എനിക്ക് നൽകുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാ ഉള്ളത്: നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളെ തെറ്റിക്കുവാൻ അനേക പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരുവാനിടയായി തീരും. എന്നാൽ അതിൻ്റെ മധ്യത്തിലെല്ലാം ദൈവം കരുതുന്നവനെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. പിന്നീടുള്ള എൻ്റെ ആഗ്രഹമാണ്, നാട്ടിൽ ഞാൻ അന്ന് ആ കാലങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, കടന്നു പോകുന്നത്, അനേക ഇടങ്ങളിൽ പോകുന്നത് സൈക്കിളിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തോട് പറയുവാൻ ആരംഭിച്ചു, ദൈവമേ, എനിക്കൊരു വാഹനം ആവശ്യമാണ്, ദൈവം തരണം. മേടിക്കുവാൻ എൻ്റെ കയ്യിൽ കാശില്ല. കിട്ടുന്നത് മുഴുവൻ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു വാഹനം തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ വർഷം ദൈവം ഒരു സ്കൂട്ടർ എനിക്ക് ആ സ്ഥാപനം നിമിത്തം ഗിഫ്റ്റായി ലഭിക്കുവാനിടയായി തീർന്നു. അവിടുത്തെ പ്രിയപ്പെട്ടവർ എനിക്ക് നൽകുവാനിടയായി തീർന്നു. ഇന്ന് അതിൽ യാത്ര ചെയ്തുകൊണ്ട് കർത്താവിനെ അയക്കുന്നിടത്തും കർത്താവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ: നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുകയും നമുക്കാവശ്യമുള്ളത് ലോകത്തിൽ ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചില്ലെങ്കിലും പലരെ കൊണ്ടും നമുക്കാവശ്യമുള്ള കാര്യം ചെയ്തു തരുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ് ഇന്നും. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയാം, ഏതാവശ്യം ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വന്നാലും വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിവുള്ളതായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ളതായ പൂർണ്ണമായ ഉറപ്പ് എൻ്റെ ജീവിതത്തിലുണ്ട്. നാം ഇപ്രകാരം തിരുവചനത്തിൽ വായിക്കുന്നൊരു കാര്യമുണ്ട്. ബർത്തിമായിയുടെ ജീവിതം പഠിക്കുമ്പോൾ താൻ കുരുടന, കണ്ണ് കാണാൻ മേലാത്ത വ്യക്തിയാണ്, ആരും തന്നെ സഹായിക്കുവാനില്ല. താനായി
എരിഹോവിൻ്റെ വാതിൽക്കലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ താൻ യേശുവിനെക്കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. യേശു ഒരു പാവമോചകന, യേശു ഒരു വിപ്ലവകാരിയ, യേശു സൗഖ്യമാക്കുന്നവന, യേശുവിനെക്കുറിച്ചുള്ളതായ അനേക കാര്യങ്ങൾ താൻ അതിലെ യാത്ര ചെയ്യുന്നവരിൽ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ യേശുവിനെ ഒന്ന് കാണുവാനോ യേശുവിൻ്റെ അടുക്കലൊന്ന് താൻ പോകുവാനോ തന്നെ ആരും സഹായിക്കാതെ, താൻ ഏകനായിട്ട് ആരുടെയും സഹായമില്ലാതെ അവിടെ പതിവ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയത്ത് താൻ ഇപ്രകാരം കേൾക്കുക, യേശു തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ കാര്യങ്ങളെക്കുറിച്ച് താൻ കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ താൻ ദൈവത്തോട് യേശു കടന്നു വന്നപ്പോൾ താൻ ഇപ്രകാരം നിലവിളിക്കുവാനിടയായി തീർന്നു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം എന്നുള്ളതായ തൻ്റെ നിലവിളി ഉയരുവാനിടയായി തീർന്നു. താൻ തൻ്റെ നിലവിളി ഉയർന്നപ്പോൾ യേശു തന്നോട് ഇപ്രകാരം ചോദിക്കുവാനിടയായി, യേശു നിന്നിട്ട് ചോദിക്കുവാനിടയായി തീർന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? താൻ ഇപ്രകാരം പറയുവാനിടയായിരുന്നു, യേശുവെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. താൻ തൻ്റെ ആവശ്യം ദൈവത്തോട് പറയുവാനിടയായി തീർന്നു. ദൈവം തന്നോട് മറുപടി പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിന്റെ ജീവിതത്തിൽ നടക്കും എന്ന് പറയുവാനിടയായി തീർന്നു. താൻ ഉടനെ സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നാം വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധി നിന്നാൽ, വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത് ആ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പലപ്പോഴും പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും, പല ആഗ്രഹങ്ങൾക്കും, പല കാര്യങ്ങൾക്കും മറുപടി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ കുറവാണ്. എന്നാൽ എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി നൽകുവാനിടയായി തീർന്നു. ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ദൈവം നൽകുവാനിടയായി തീർന്നു. ഇന്നുവരെയും എൻ്റെ സകല കാര്യങ്ങളിലും ഈ ദൈവം അതിശയകരമായി അത്ഭുതവാനായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനേക വിടുതലുകൾ, അനേക കാര്യങ്ങൾ അനേക ഇടത്തിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുമ്പോൾ കാണുവാനും സന്തോഷിക്കുവാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അനേക ഇടങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഭൂതങ്ങൾ വിട്ടോടുന്നതും ദൈവത്തിൻ്റെ അത്ഭുതമായ വിടുതലുകളും ദൈവത്തിൻ്റെ അത്ഭുതമായ സൗഖ്യങ്ങളും ജീവിതത്തിൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നു, അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ അനേക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട്. അനേക കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അനേക കാര്യങ്ങൾ നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം, ലോകത്തുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ടാകാം. എന്നാൽ അവയിൽ നിന്നെല്ലാം അപ്പുറമായിട്ട് ദൈവത്തിനു വേണ്ടി നാം നമ്മെ തന്നെ പൂർണ്ണ എല്ലാ സാഹചര്യങ്ങളുടെ മുഖത്തും ദൈവം നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് അനേക കഷ്ടതയിലൂടെയും അനേക പ്രയാസങ്ങളിലൂടെയും അനേക ബുദ്ധിമുട്ടുകളിലൂടെയും ഈ നാടുകളിലും മുൻപോട്ട് പോകുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്. ദൈവം അത്ഭുതവാനായ ദൈവമാണ്, ദൈവം അതിശയവാനായ ദൈവമാണ്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ നടത്തുന്ന ദൈവമാണ്. പലപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമുണ്ട്, ദൈവമേ ഒത്തിരി നൽകിയിട്ട് ദൈവം ആരെന്ന് ചോദിക്കുവാൻ ഇടവരരുത്. ദൈവം നൽകുന്നതായ അവസരങ്ങൾ മുഴുവനും കർത്താവിന് വേണ്ടി നിലനിൽക്കുകയും അന്ത്യത്തോളം വിശ്വസ്തയോടെ അവൻ്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളതായ ശബ്ദം കേൾക്കേണ്ടതിന് വേണ്ടി ഞാനും എന്നെ തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ശബ്ദത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന നിങ്ങളും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോട് ഇരുത്തി ദൈവത്തിൻ്റെ സാക്ഷിയായി നിർത്തുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കാതെ, ജീവിതത്തിൻ്റെ അവസ്ഥകളെ നോക്കാതെ നമ്മുടെ അവസ്ഥകളെ മാറ്റുകയും നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഉദ്ധരിക്കുകയും നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ ഉയർത്തുകയും ചെയ്യുന്നതായ ഒരു ദൈവം
നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ പലരും പലതിൻ്റെ മുമ്പിൽ പതറിപ്പോകുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പ്രയാസം വന്നത് ഇന്ന, പ്രതികൂലം വന്നത് ഇന്ന. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളും നമ്മെക്കുറിച്ചുള്ള ദൈവിക കരുതലും അത് നിത്യതയുടെ പ്ലാൻ ആയതുകൊണ്ട് നാം ആ ദൈവത്തിൽ കടന്ന് വിശ്വസിക്കുവാനിടയായി തീരണം. ഇന്ന് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി നിങ്ങളോട് ഷെയർ ചെയ്യാം. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, അഥവാ എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ചതായ വേദനകളും കർത്താവ് അനുഭവിച്ചതായ ബുദ്ധിമുട്ടുകളും കർത്താവ് അനുഭവിച്ചതായ നിന്ദയും നാം ഓരോരുത്തരും ഓരോ നിമിഷവും ഓർക്കുവാനിടയായി തീരണം. യേശുവിൻ്റെ കരങ്ങൾ നമ്മുടെ കരങ്ങൾക്ക് ചെയ്തുകൊണ്ട് പാപത്തിന് പരിഹാരമായി ആണികളാൽ അടിക്കപ്പെട്ടു. നാം ചിന്തിച്ചതിന് പകരമായി അവൻ്റെ തലയിൽ മുൾക്കിരീടം കടന്നു വരുവാനിടയായി തീർന്നു. നാം നടന്നതിന് പകരമായി അവൻ്റെ കാലിൽ ആണികൾ തറയ്ക്കുവാനിടയായി തീർന്നു. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അല്പസമയം മൗനമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. യേശു വീണും എഴുന്നേറ്റും നിന്ദയ്ക്കും തുപ്പലിനും അടിക്കും പരിഹാസത്തിനും ഇടയായി തീർന്ന് ആ ഗോൽഗോത്തയിലേക്കുള്ള യാത്ര നാം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണുവാനിടയായി തീരണം. ഇത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി നിന്നയും, ഇത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി പഴികളും, ഇത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി ദൂഷികളും ഏറ്റതെന്തിനെന്ന് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. യേശു നിങ്ങളെ നോക്കി ഇപ്രകാരം പറയുന്നു, അല്ലയോ പ്രിയ സഹോദര, അല്ലയോ പ്രിയ സഹോദരി, എൻ്റെ അടുക്കൽ കടന്നു വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ വിടുവിക്കാം, ഞാൻ നിങ്ങളെ ഉയർത്താം. ലോകം തരുന്നതിലും വലിയ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരാം. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സമാധാനമില്ലാതെ ജീവിതത്തിൽ മറ്റു പലതിനും വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാതെ വണ്ണം നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ല ആത്മഹത്യക്ക് പോലും പലരും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയും, അവനോടടുത്ത് വരികയാണെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് നൽകി ഓരോ നിമിഷവും നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പിനും ഒരു അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. ഇത്ര നല്ലൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞ നാളത്തെ പാപവഴികളും കഴിഞ്ഞ നാളത്തെ നമ്മുടെ ജീവിതത്തിലെ ഉപേക്ഷിക്കേണ്ടതായ എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചിട്ട് ആ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകാം. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചിട്ട് ഇപ്രകാരം ദൈവത്തോട് പറയാമോ, യേശുവേ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതം, തുടർന്നുള്ള ജീവിതം അങ്ങയുടെ വഴികളിലും അങ്ങയുടെ പാതകളിലുമായി തീരേണ്ടതിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കൂ എന്ന് ഇന്ന് പറയുവാൻ കഴിയുമോ? പറയുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതം വിടുതലായി തീരുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആശ്വാസഭവനിൽ അനേക ജയിലിൽ നിന്നുള്ളതായി ജയിൽ പുള്ളികൾ കടന്നു വരാറുണ്ട്. അവരെല്ലാവരും അവിടെ കടന്നു വന്ന് കഴിഞ്ഞ കാലങ്ങളിലെ പാപവഴികളെ ഉപേക്ഷിച്ച്, പാപത്തിൻ്റെ മാർഗങ്ങളെ ഉപേക്ഷിച്ച് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിടുതലിൻ്റെയും മാർഗമായ യേശുവിനെ കൈക്കൊള്ളുകയും അവൻ്റെ പാതയിൽ അവരുടെ ജീവിതം നയിക്കുകയും മുൻപോട്ടുള്ളതായ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതങ്ങളെ മറന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഇന്ന് എൻ്റെ ശബ്ദം, എൻ്റെ സാക്ഷ്യം കേട്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ ദൈവത്തിനൊരു കാര്യം പറയുവാനുണ്ട്. ജീവിതത്തിലേത് പാപ അവസ്ഥകളെയും ക്ഷമിച്ച് നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ഹൃദയവും നമ്മുടെ കരങ്ങളും നമ്മുടെ ചിന്തകളും ദൈവസന്നിധിയിൽ വെടിപ്പും നേരുള്ളതുമാക്കി ഓരോ നിമിഷവും നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്.
തിരുവചനം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ദാനമായി തന്ന ദൈവം അതോടുകൂടി സകലതും നൽകുവാൻ മതിയായതാ. പ്രിയ ദൈവമക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമുക്ക് വേണ്ടി കരുതുവാൻ, നമുക്ക് വേണ്ടി ചെയ്യുവാൻ, നമുക്ക് വേണ്ടി നൽകുവാൻ മതിയായൊരു ദൈവത്തെ നാം സേവിക്കുന്നതെന്നുള്ള മറന്നു പോകരുത്. അതുകൊണ്ട് താൽക്കാലികമായി നാം നേടുവാനും താൽക്കാലികമായി ഉണ്ടാക്കുവാനും പലതിനെക്കുറിച്ചും നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലപ്പുറമായിട്ട് നിത്യമായൊരു ജീവിതത്തിന് വേണ്ടി, നിത്യമായൊരു സന്തോഷത്തിനു വേണ്ടി നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കാം. അനേക ഇടങ്ങളിൽ അനേകർ ദൈവത്തെ അറിയുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നോക്കി കാത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിറങ്ങാം. ലോകത്തിൽ അനേകർ ദൈവത്തെ അറിയാതെ, ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആരുടെയും രക്തം നമ്മുടെ മേൽ ചോദ്യമായി നിൽക്കാതെ ഇരിക്കേണ്ടതിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി നമുക്കിറങ്ങാം. നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. കർത്താവായി വരുവാൻ കാലം ഏറ്റവും അടുത്തിരിക്കുകയാൽ അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവം ഇതിനാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.